ഞങ്ങളിതാ എത്തിയിരിക്കുകയാണ്. വെൽക്കം ടു കോമഡി മാസ്റ്റർ. നമുക്ക് ഒരു ഗെയിമിലേക്ക് തുടങ്ങിയാലോ ആദ്യം തന്നെ. കഴിഞ്ഞ തവണ കളിച്ച ഒരു ഗെയിം ഉണ്ട്. അതായത് നമ്മുടെ പ്രണയം ഓരോ ഒബ്ജക്റ്റുമായിട്ട് നമ്മൾ റെഫർ ചെയ്ത് പറഞ്ഞിരുന്നു. അത് ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി ബർമുഡയൊക്കെ ഹിറ്റാണ് എന്ന് പറയുന്നതല്ല. നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്ന ഒരു സാധനം എന്താണ്? സത്യസന്ധ എന്റെ കുട്ടി പറഞ്ഞു ഫോൺ, മൊബൈൽ. എങ്കിൽ ഈ മൊബൈൽ ഫോണും ഇനി ഞാൻ പറയാൻ പോകുന്ന ഒബ്ജക്റ്റുമായിട്ട് കൂട്ടിച്ചേർത്ത് നമുക്ക് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാക്കാം. ഓക്കെ, എന്തായിരിക്കും മൊബൈൽ ഫോണും ആ ഒബ്ജക്റ്റ് എന്നുള്ളത് ഞാൻ ഓരോരുത്തർക്ക് പറഞ്ഞുതരാം. ആരിൽ നിന്ന് ആദ്യം തുടങ്ങണം? ചേച്ചി. ശരി. ഫോൺ എനിക്ക് കുടിവെള്ളം പോലെയാണ്. കാരണം എത്ര യൂസ് ചെയ്താലും എത്ര കുടിച്ചാലും ദാഹം മാറില്ല. അടിപൊളി അടിപൊളി റിയൽ ഫാക്റ്റ് ആണ് പറഞ്ഞത്. നോബി ചേട്ടാ? ഞാൻ പിന്നെ സാധാരണ വെള്ളം ഒഴിക്കും പോലെ അല്ലേ? എനിക്കറിയില്ല, ഞാൻ ഇതിനും കമ്പനി ഓടിയിട്ടില്ലല്ലോ. കുറച്ച് ഒഴിക്കൂ, ഉപയോഗിക്കൂ അല്ലേ? അതായത് കുടിവെള്ളം കുറച്ച് ഉപയോഗിക്കാറുള്ളൂ. കുടിവെള്ളം, വെള്ളം കുറച്ച് ഉപയോഗിക്കാറുള്ളൂ. അതുപോലെ ഫോണും ഞാൻ കുറച്ച് ഉപയോഗിക്കാറുള്ളൂ. ഓക്കെ. ഫോൺ എനിക്ക് കുടിവെള്ളം പോലെയാണ്. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഉപയോഗിച്ചില്ലെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല. ഗുഡ് വൺ. ഫോൺ എനിക്ക് കുടിവെള്ളം പോലെയാണ്. കാരണം കുടിവെള്ളം നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കാതെ മലിനമാക്കി നമുക്ക് അസുഖങ്ങൾ വരും. അതുപോലെ മൊബൈലും നല്ല രീതിയിൽ യൂസ് ചെയ്യാതെ നമ്മൾ വേണ്ടാത്ത രീതിയിൽ യൂസ് ചെയ്താൽ നമുക്കതും ആപത്താണ്. മൊബൈൽ ഫോൺ പോലെയാണ് എനിക്ക് കുടിവെള്ളം. കാരണം മൊബൈൽ ഫോൺ വൈറസ് കയറുന്ന പോലെയാണ് കുടിവെള്ളത്തിൽ വിഷം കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ടും കേടാണ്. മൊബൈൽ ഫോൺ എനിക്ക് കുടിവെള്ളം പോലെയാണ്. കിട്ടുന്നിടം വരെ എനിക്ക് ദാഹമായിരിക്കും. കിട്ടിക്കഴിഞ്ഞാൽ ദാഹം തീരും. ഓക്കെ. ഫോൺ എനിക്ക് കുടിവെള്ളം പോലെയാണ്. ദാഹത്തിന് വേണ്ടി നമ്മൾ സംഭരിച്ചു വെക്കുന്ന പോലെ ഞാൻ ഫോണിൽ ചാർജ് സംഭരിച്ചു വെക്കും. അങ്ങനെയൊക്കെ പറയാം. ശരി, അടുത്ത ഒബ്ജക്റ്റ്. ഫോൺ എനിക്ക് മസാല പോലെയാണ്. മസാല. ഫോൺ എനിക്ക് മസാല ദോശ പോലെയാണ്. ദോശ പറ്റില്ല, മസാല. മസാല ദോശക്കകത്ത് മസാല അല്ലേ? മസാല ദോശ പോലെ രാവിലെ മാത്രം ഞാൻ തിന്നു. അണ്ണന്റെ ഫോണാണെങ്കിൽ പറയാം, ഫോൺ എനിക്ക് മസാല ദോശ പോലെയാണ്. അതുപോലെ ഫോൺ മടക്കി വെക്കും, അണ്ണന്റെ മസാല ദോശ മടക്കി. ശരിയാ, പറഞ്ഞോ. ഫോൺ എനിക്ക് മസാല പോലെയാണ്. കൂടിപ്പോയി എനിക്ക് എരിയും. ഫോൺ എനിക്ക് മസാല പോലെയാണ്. ആവശ്യത്തിനുള്ള എരിയും പുളിയൊക്കെ അത് തന്നെ കണ്ടെത്തിക്കോളും. അതെ, ഫോൺ എനിക്ക് മസാല പോലെയാണ്. പക്ഷെ അത് കറിയിലിടുന്ന മസാല പോലെ ഉപയോഗിക്കുക, പാൻ മസാല ഉപയോഗിക്കുക, ഉപയോഗിക്കാതിരിക്കുക. ശരിയാ. അടുത്ത ഡയാനയിലാണ് ഞാൻ പോകുന്നത്. അയ്യോ, ഫോൺ എനിക്ക് ബർമുഡ പോലെയാണ്. ഞാൻ ലാസ്റ്റ് വരാം, ഞാൻ ആലോചിച്ചിട്ട് വരാം. ശരി, ലാസ്റ്റ് വരാം. ഫോൺ എനിക്ക് ബർമുഡ പോലെയാണ്. എനിക്ക് എപ്പോ തോന്നും ഞാൻ അത് ലോക്ക് ചെയ്ത് വെക്കും, അല്ലാതെ കെട്ടിയിട്ട് വെക്കും, അല്ലാതെ ഇലാസ്റ്റിക് ആക്കി വെക്കും. ഞാൻ പറയട്ടാ, ഫോൺ എനിക്ക് ബർമുഡ പോലെയാണ്. ബർമുഡയും ഞാനത് എപ്പോഴും ഇട്ടിട്ടുണ്ടോ തപ്പി നോക്കും. ഫോണും എന്റെ പോക്കറ്റിലുണ്ടോ എപ്പോഴും ഞാൻ തപ്പി നോക്കും. ഫോൺ എനിക്ക് ബർമുഡ പോലെയാണ്. ഞാൻ നനയാതെ സൂക്ഷിക്കും. അയ്യോ, അപ്പൊ കഴുകൂലേ? ബീച്ചിൽ പോകുമ്പോ ഇല്ല, കഴിവില്ല. ഞാൻ ലാമിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബർമുഡ ലാമിനേറ്റ് ചെയ്ത് ചോദ്യമില്ല, ക്ലാസിക് സാധനം. ഫോൺ എനിക്ക് ബർമുഡ പോലെയാണ്. ഞാൻ മറ്റുള്ളവരുടെ ഉപയോഗിക്കാറില്ല, എന്റേത് ഉപയോഗിക്കാൻ കൊടുക്കാറില്ല. ഫോണിൽ ഡിസ്പ്ലേ അടിച്ച് പോകുന്നത് പോലെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ബർമുഡയിൽ തുള വീഴാനുണ്ട്. എല്ലാരും നല്ല സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ. അടുത്ത് ഇനി ഇടുന്നില്ല, ഈ ബർമുഡ സർക്കിളിൽ തന്നെ നമുക്ക് അങ്ങനെ ബർമുഡ ട്രയാങ്കിളില്. ഇതാണ് നല്ല സ്റ്റേറ്റ്മെന്റ്സ് ബർമുഡയിൽ നിന്നും കിട്ടി. അതുപോലെ തന്നെ യു ടു നെയിൽഡ് ഇറ്റ്. ഫോണിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത് അല്ലെ? അപ്പൊ ഫോണുമായിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്ന എന്താണ്? സൈബർ അറ്റാക്ക് ഉണ്ട്, സോഷ്യൽ അറ്റാക്ക് ഉണ്ട്, ഹാക്കിംഗ് ഉണ്ട്, എല്ലാം ഭയങ്കര കില്ലായിട്ട് പോകണം. നമുക്ക് സൈബർ സെല്ലിൽ പോയിട്ട് ഇതിനെ പറ്റി കൂടുതൽ അറിഞ്ഞാലോ? ഞാൻ കൊടുത്ത 2 പരാതി ഉണ്ട്, അത് ഓക്കെ, നമുക്ക് എല്ലാം അന്വേഷിക്കാം. സൈബർ സെല്ലിലേക്ക് പോകണ്ടേ? ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അവനെ പിടിക്കും സാറേ. വിടരുത്, പിടിക്കേ. ഗെയിം ഓവർ. ലെവലില് പോണെങ്കിൽ സാർ എത്ര പോണെന്നറിയാം. ലെവലിൽ താഴെ വന്നില്ലേ സാറേ? ഇത് ഒരു സൂക്ഷിച്ച് ചെയ്യണല്ല. നിങ്ങൾ ടെൻഷൻ എടുപ്പിച്ചോണ്ടല്ലേ എല്ലാരും? പിന്നെ കളിച്ചോടായിരുന്നു അത്. ഇനി ഒന്നു കളിക്കാം. വേണോട്ടെ സാറ്
എന്തായി കാണിച്ചു കൂട്ടിയേക്കുന്നത് നിങ്ങള്? എന്താ എഴുതി വെച്ചേക്കുന്നത്? സൈബർ സെൽ. അതിന്റെ ഉത്തരവാദിത്തം നിങ്ങൾ കാണിക്കണ്ടേ? എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞോണ്ട് ആവശ്യമില്ലാത്ത സമയത്തിന് ഗെയിം കളിക്കരുതെന്ന്. ഒരു സൈബർ സെല്ലിൽ എന്താണ് അത്യാവശ്യം വേണ്ടത്? കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടർ ആണോ? ഒരു സൈബർ സെല്ലിൽ വേണ്ടത്, അത്യാവശ്യമായിട്ട് വേണ്ടത് നെറ്റും വൈഫൈ വേണം. അത് കുത്തിയിരുന്ന് ഗെയിം കളിച്ച് തീർത്താൽ ഞാൻ എന്ത് ചെയ്യും? ഇവിടെ കേസ് കൊണ്ട് ഓരോരുത്തർ കേസുമായിട്ട് വന്നു കഴിയുമ്പോൾ ഈ നെറ്റും വൈഫൈ ഇല്ലെങ്കിൽ എങ്ങനെ കേസ് കളിക്കാൻ പറ്റും? സാറേ ഹോട്ട്സ്പോട്ട് ഞാൻ തരാം. ഹോട്ട്സ്പോട്ട് ആവശ്യത്തിന് ഹോട്ട് ഇവിടെ കിടപ്പുണ്ട്. ഉണ്ടാക്കണ്ട. ഫോൺ എടുക്ക. ഹലോ 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 സൈബർ സെല്ലല്ലേ? അതെ സൈബർ സെല്ലാണ്. ആരാണ്? ആരാന്ന് കണ്ടുപിടിക്കും. എടോ ഇത് സൈബർ സെല്ലാണ്. താൻ ആരാന്ന് പറയാൻ. അതാ കണ്ടുപിടിക്കാൻ പറഞ്ഞു. AC ഇട്ട് കേറി ഇരിക്കുകയല്ലേ മാഡം? എടാ നീ വെളച്ചിലെടുക്കലേട്ടോ. നിന്നെ പൊക്കോന്ന് പറഞ്ഞാ പൊക്കിയിരിക്കുന്നു. ചൂടാവില്ലേ ചക്കര? അയ്യേ ചൂടായി നീ എന്ത് ചെയ്യൂടാ? ചൂടായ സാറേ ഒരുത്തം വിളിച്ചിട്ട് ഉമ്മ തന്നെ. ആരാണവൻ? ആരാണെന്ന് പറഞ്ഞില്ല. കട്ട് ചെയ്യാത്. ഉമ്മ മേടിച്ചോണ്ട് സുഖിച്ചിരിക്കുന്നു. അവനെ പൊക്കണം. സാറേ പൊക്കണം സാറേ. അവനെ പൊക്കണം സാറേ. പൊക്കണം. സൈബർ സെല്ലിൽ ഇരിക്കുന്ന പെണ്ണുങ്ങൾക്ക് ഈ അവസ്ഥയാണെങ്കിൽ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് എന്താ അവസ്ഥയായിരിക്കും സാറേ? അതും അത് വലിയൊരു ചോദ്യമാണത്. നമ്പർ പറഞ്ഞേ. കണ്ടിട്ടുണ്ട് സാർ. കണക്ട് ചെയ്തിട്ടുണ്ടോ? അവനെ പൊക്കിയിട്ട് എന്റെ കെട്ടിയവനെ കൊണ്ട് ഞാൻ നല്ല ഇടിക്കും. ഇന്ദു എന്തോ ഇന്ദുവിന്റെ കെട്ടിയവന് നീന്തലറിയാവോ? എന്തോ നാ പിന്നെ വിട്ടാരാ, അവനെ പിടിക്കാൻ പറ്റില്ല. ഇതൊരു സൈബർ ഞരമ്പാണ്. അവൻ ഫോൺ ചെയ്തിട്ട് ഉടനെ ആ ഫോൺ എടുത്തിട്ട് കരമനയാറ്റിന്റെ ചുഴിയിൽ എറിഞ്ഞു കളഞ്ഞേക്കാണ്. നീന്തലറിയാമെങ്കിൽ കെട്ടിയവനുമായിട്ട് ചെന്ന് അത് മുങ്ങിയെടുക്കാമെങ്കിൽ അവനെ പൊക്കാൻ നമുക്ക്. അല്ല സാറേ അപ്പൊ എനിക്ക് തന്ന ഉമ്മയൊക്കെയോ? കൈ വെച്ചാരേ നമുക്കും ഒരവസരം വരുമല്ലോ, അന്നേരം തിരിച്ചു കൊടുക്കാം കേട്ടോ. അതെ ഈ നമ്പർ നോക്കിയാ നോട്ട് ചെയ്തത്. 98 98 99 49 49 31 31. എവിടാ ഇപ്പൊ അത് സംഭവം എവിടാ ഇരിക്കുന്നത്? മറൈൻഗ്രി. മറൈൻഗ്രി അല്ലടോ, മറൈൻ ഡ്രൈവില്. മറൈൻ ഡ്രൈവില്. ഇനിയും തിരിച്ചു പോകുമ്പം അവളെയും വിളിച്ച് സർപ്രൈസ് ഗിഫ്റ്റും കൊടുത്തിട്ട് വേണം അവളെയും വിളിച്ചോണ്ട് വീട്ടിൽ പോകാൻ. പെണ്ണുമ്പിള്ളയാടു. രാവിലെ ഞാൻ ഡ്യൂട്ടിക്ക് ഇങ്ങോട്ട് ഇറങ്ങിയപ്പം അവിടെ ഇൻസ്റ്റാഗ്രാമിലെ ഫോട്ടോയ്ക്ക് ഞാൻ ലൈക്ക് ചെയ്യില്ല എന്നും പറഞ്ഞ് അവള് പിണങ്ങി ഇറങ്ങി പോയിരുന്നു. ഇനി സർപ്രൈസ് ഗിഫ്റ്റ് ഒക്കെ മേടിച്ചു കൊടുത്ത് പിണക്കം മാറ്റി വീട്ടിൽ കൊണ്ടുപോകണം. കുടുംബത്തിലെ കാര്യങ്ങൾ ഇവിടെയാണ് നോക്കുന്നത്. സാറിന്റെ മൊബൈൽ ഫോൺ കാണാതെ ഇവിടെയാണ് സാർ നോക്കിയത്. ബാത്റൂമിന്റെ അകത്ത് കിട്ടുകയും ചെയ്തു. അയ്യോ ശിക്ഷിക്കണം സാറേ, ശിക്ഷിക്കണം. പിടിപോയ കസേര വല്ലതും കിടപ്പുണ്ടോ? എന്തിനാ സാറേ? അവനെ ശിക്ഷിക്കണമെന്ന്. സാധാരണ എല്ലാരും രക്ഷിക്കണമെന്നും പറഞ്ഞില്ലയോ വരുന്നത്? അതെ, അവരെ ശിക്ഷിക്കണം, എന്നെ രക്ഷിക്കണം സാറേ. നിന്നെ രക്ഷിച്ചിട്ട് അവനെ ശിക്ഷിക്കണം. അതെ. ഏതവനെ? ഞാൻ ഈ ഓൺലൈനിൽ ലോൺ എടുത്തു സാറേ. കണക്കായി പോയി. ഇവിടെ സർക്കാരും ഈ പോലീസും നമ്മുടെ ഇന്റലിജൻസ് വിഭാഗവും ഒക്കെ നമ്മൾ എപ്പോഴും മുന്നറിയിപ്പ് തന്നോണ്ടിരിക്കുന്നതാണ് ഈ ഓൺലൈനിൽ നിന്ന് ലോൺ എടുക്കരുതെന്ന്. ഈ മലയാളികളോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ചെന്ന് ചാടിക്കൊടുത്തു. എന്താ ഇപ്പൊ പറ്റിയത്? നാളെ എനിക്ക് വേണ്ടിയല്ല, എന്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണ് ലോൺ എടുത്തത്. ഭാര്യയ്ക്ക് ലോൺ എടുത്തു കൊടുത്തു. എന്നിട്ട് എന്റെ പൊന്നോ, ലോൺ എടുത്ത് ഞാൻ മുടിഞ്ഞു അവർക്ക് വേണ്ടി. എന്നിട്ട് ഇപ്പൊ എന്താ സംഭവം? എന്താണ്? എന്നിട്ട് അവളെന്തിയെ? അവള് ജോണിയുടെ കൂടെ ഒളിച്ചോടി പോയി. അടുത്ത വീട്ടിലെ ജോണിയുടെ കൂടെ ഒളിച്ചോ? ഇപ്പൊ ലോൺ എടുത്ത് അവൾ ജോണിയുടെ കൂടെ പോയി. ഇപ്പൊ എന്താ പ്രശ്നം? എന്താ? എന്റെ പൊന്നു സാറേ, ഞാൻ ലോൺ കറക്റ്റ് ആയിട്ട് അടച്ചു. പക്ഷെ ഈ അടുത്ത ദിവസം എന്റെ ഒരു നഗ്നത ഫോട്ടോ ഓൺലൈനിൽ വന്നു. നോക്കി. അയ്യോ ഇത് ഞാനാണ്. നോക്കി, ഇത് ഞാനാണ്. അയ്യോ, എന്റെ നഗ്നമായ ഫോട്ടോ ഓൺലൈനിൽ വന്നിരുന്നു. ഇത് ഈ ഓൺലൈൻ ഈ പറ്റിപ്പുകാരാണിത്. ഈ ഓൺലൈൻ ലോണൊക്കെ എടുക്കുമ്പോ ഇത് ആലോചിക്കണം. നീ പേടിക്കൊന്നും വേണ്ട. ഇത് ഞാൻ നോക്കിക്കോളാം. ഇത് ഫേക്ക് ആണ്. ഈ ഫോട്ടോ ഫേക്ക് ആണ് സാറേ. അതിനെന്തിനാ വിഷമിക്കുന്നേ? ഇത് ഫേക്കാടാ. എന്റെ ഫോട്ടോ ഇട്ട് വൈറലാണ് സാറേ. എനിക്ക് അങ്ങനെ കരക്കാര് ഇട്ട ഫോട്ടോ ഇട്ട് വൈറലാവണ്ട. ഇതെന്റെ ഫോട്ടോ അല്ലേ? അപ്പൊ ഇപ്പൊ നിന്റെ ഇത് ഫേക്ക് ആണെന്നുള്ളതാണ് നിന്റെ വിഷമം. അത് ഫേക്ക് ആണ് സാർ. നിന്റെ തന്നെ ഇട്ട് നിനക്ക് ആളാകണം. എന്നാ ഒരു കാര്യം ചെയ്യും, നിന്റെ ഇതേപോലത്തെ ഒരു ഫോട്ടോ എടുക്കണം. ആദ്യം ഫോട്ടോ എടുത്തിട്ട് അതിന്റെ മേളിൽ ഇപ്പോഴത്തെ ഈ ഫോട്ടോ ഇല്ലേ, അത് ഫേക്ക് എന്നും നിന്റെ ഫോട്ടോ അടിയിലിട്ടിട്ട് ഇതാണ് എന്റെ ഒറിജിനൽ ആണ്ട്രാവിന് ഇടാൻ പോയി. പറഞ്ഞ പറഞ്ഞു കൊടുത്ത് ഇതല്ല, ഇതിനപ്പുറം ഇവിടെ സംഭവിക്കും.
നമസ്കാരം സാറേ. നമസ്കാരം നമസ്കാരം. എവിടെയാണ് നമസ്കാരം? ഇതാണ് സാർ. ഇതാണ് സാർ. സാർ ഇതെന്റെ ഭർത്താവ് ലാല്, ഞാൻ ഗ്രേസി. സർട്ടിഫിക്കറ്റ് ഉണ്ട്, സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട്. ഒറിജിനല്ല. ഇപ്പൊ എന്താ പ്രശ്നം? ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമായി. അന്തസ്സായിട്ട് ജീവിക്കുകയാണ് സമൂഹത്തില്. അതെ അങ്ങനെ വേണമല്ലോ ജീവിക്കാൻ. ആണ്. പക്ഷെ ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് എന്റെ ചേട്ടന്റെ ഫോൺ ആരോ ഹാക്ക് ചെയ്തിരിക്കുകയാണ്. ആരോ ഹാക്ക് ചെയ്തു. ഓ അത് ശരി. ഇപ്പൊ സംഭവം ഭയങ്കര വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. അതെ അതെ. കുറച്ച് ദിവസമായി സാർ. ഇത് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടന്റെ ഫോണിൽ നിന്ന് ആരോ മോശമായിട്ടുള്ള വീഡിയോ പിന്നെ മെസ്സേജുകൾ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുക. ഇത് ആണുങ്ങൾക്കല്ല കൂടുതലും അയക്കുന്നത്, പെണ്ണുങ്ങൾക്ക്. അതും എന്റെ കൂട്ടുകാരികൾക്ക് അയച്ചുകൊണ്ടിരിക്കുക. ഭർത്താവിന്റെ ഫോണിൽ നിന്ന് നിങ്ങളുടെ കൂട്ടുകാർക്ക് പിന്നെ മോശമായ മെസ്സേജുകള്, വീഡിയോ. മെസ്സേജ് മാത്രമല്ല, പിന്നെ ഒന്ന് ഉറക്കെ പറഞ്ഞാൽ എന്റെ പ്രശ്നമുണ്ട്. വൃത്തികെട്ട വീഡിയോസ് ഒക്കെ അയച്ചുകൊണ്ടിരിക്കും നിങ്ങളുടെ ഫോണിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങളല്ല ഇത് ഹാക്ക് ചെയ്താണ്. ചേട്ടനാണെങ്കിൽ സമൂഹത്തിൽ ഭയങ്കര വിലയാണ്. എത്ര വിലയുണ്ട്? ഒരു റെസ്പെക്ടഡ് പേഴ്സൺ ആണ്. പറഞ്ഞോളൂ സാറേ, സത്യം പറയാമല്ലോ. പറയൂ എന്താണ്? എന്റെ വൈഫ് ഒരല്പ ഫോർവേഡ് ആണ്. നീ എപ്പിച്ചൊരു ബൈക്ക് വിടുമ്പോ ഇത്ര ഇടിച്ചു കയറി വരണ്ട, അവിടെ എന്ന് പറഞ്ഞാൽ മതി. എന്റെ വൈഫ് കുറച്ച് ഫോർവേഡ് ആയതുകൊണ്ട് സത്യത്തിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നപ്പോ അവളുടെ അത് സുന്ദരമായി ഹാൻഡിൽ ചെയ്തു. എനിക്ക് എന്റെ ചേട്ടനെ വിശ്വാസം. അതെ, അത് മനസ്സിലായി. ഭർത്താവിന് ഈ വിഷയം ഉണ്ടായപ്പോ പോലീസ് സ്റ്റേഷനിൽ പറയണ്ടെന്ന് പറഞ്ഞില്ലേ? അല്ല അല്ല അല്ല, അങ്ങനല്ല സാർ. അങ്ങനെ താൻ പറഞ്ഞു. അല്ല, ഇത് ഹാക്ക് ചെയ്തതെന്ന് മനസ്സിലായി അവർക്ക്. ഇതിപ്പോ വലിയൊരു കുഴപ്പ കേസായിട്ട് വന്നിരിക്കുകയാണ് സാർ. ആധാരം കൊണ്ടുവന്നിട്ടുണ്ടോ? അയ്യോ, അത് വണ്ടിയിലിരിക്കുന്നുണ്ട്. ഞാൻ വേണ്ട, ചേട്ടൻ അവിടെ നിൽക്ക്, ഞാൻ പോയി എടുത്തിട്ട് വരാം. ടെൻഷൻ കാരണം എല്ലാം കൂടെ. ഫോണും കൂടി സാർ. എന്തോ ഫോണിക്കുന്നേ? ഓ ഇയാടെ ഈ ഫോണിന്നാണ് ഇത് പോയതെന്നൊക്കെ പറഞ്ഞത്. അതെ അതെ. എന്തുവാണ്? എന്തുവാ? അറിയാതൊരു കുൽസിത പ്രവൃത്തി ചെയ്തു പോയതാ. അവളെ പിടിക്കുമെന്നായപ്പോ ഞാൻ ഇറക്കിയ ഒരു നമ്പരാ. എന്നെ രക്ഷിക്കണം, എല്ലാരും കൂടെ എന്നെ രക്ഷിക്കണം സാർ. അപ്പൊ ഇത് ഹാക്ക് ചെയ്തല്ല? അല്ല, ഹാക്ക് ചെയ്തല്ല. അവളീ കാണുന്നവർക്കല്ല, മറുതയാ മറുത. അപ്പൊ ഇത് തന്റെ കുൽസിത പ്രവൃത്തിയായിരുന്നില്ലേ? അതെ, പറ്റിപ്പോയത്. എന്റെ കുൽസിതം ഇന്ന് ഞാൻ തീർത്തു തരാണോ? കുൽസിത പ്രിയ സാറേ, എന്ത് വേണമെങ്കിലും ഞാൻ തരാം. എന്തോ ഞാൻ അടുത്ത മാസം റിട്ടയർഡ് ആകാൻ ഇരിക്കുകയാണ് സാറേ. സമ്പാദ്യം എല്ലാം കൈക്കൂലി മേടിച്ചിട്ട് എന്റെ ഭാവി കളയാനാണോ നീ വന്നേക്കുന്നത്? ഞാനൊന്നു തൊട്ടപ്പോൾ നീലക്കരിമ്പിന്റെ തുണ്ടാണ് കണ്ടതയ്യ, ചക്കരത്തുണ്ടാണ് കണ്ടതയ്യ. നീല പെയിന്റിൽ വീണ നീലക്കുറുക്കോ. നിന്റെ കുൽസിത പ്രവൃത്തിയാണ് ഇവിടെ മിന്നി തിളങ്ങുന്നുണ്ട്. അവളിപ്പോ വരുമ്പോ മിണ്ടിപ്പോരുത്. തുമ്പ് എന്തെങ്കിലും കിട്ടിയോ? തുമ്പ് മാത്രമല്ല, എല്ലാം കിട്ടി. എല്ലാം കിട്ടി. എല്ലാം കിട്ടി. പിടിക്കണം സാറേ, അവനെ പിടിക്കണം. എന്റെ ചേട്ടനെ നാണം കെടുത്തിയവനാണ്, അവനെ പിടിക്കണം. ഈ നിൽക്കുന്ന ചേട്ടനുണ്ടല്ലോ, ഇങ്ങനെ ഫോണില്ലേ കൈ കൊണ്ട് നടക്കാൻ മാത്രമേ അറിയുള്ളൂ. ഈ ഫോണിന്റെ ABCD പോലും അറിയില്ല. BCD അവൻ അറിയില്ലായിരിക്കാം, പക്ഷെ അവൻ നന്നായിട്ട് അറിയാം. നന്നായിട്ട് അറിയാം. A for ആപ്പിൾ. ആപ്പിൾ എനിക്ക് ഇഷ്ടമാണ്. എന്നാലും ഉണ്ടല്ലോ, അവന്റെ തലയിലുണ്ടല്ലോ ഇടുത്തി വീഴണം. ഇടുത്തി നല്ലതാണ്, മണ്ട വളർന്നവൻ ചാവണം. ഒരു മനുഷ്യല്ലേ സാർ, അത്ര ഉപദ്രവിക്കണ്ടല്ലോ. ഫോണിലും ഇതാരാണ്? ആശ്രിയത. അയ്യോ, ഇത് ഞങ്ങളുടെ വീട്ടിലെ വേലക്കാരിയാ. ഹാക്ക് ചെയ്തവൻ വേണ്ടേ വേലക്കാരി ചേർത്ത് വെച്ച് ഫോട്ടോ കണ്ടു സാറേ. മോർഫ് ചെയ്തിരിക്കുകയാണ്. നോക്കേട്ടാ, ചേട്ടന്റെ ഫേസ് മോർഫ് ചെയ്ത്. അതെ, മോർഫ് ചെയ്തു. അയ്യോ, നമ്മുടെ അലമാരി അതും മോർഫ് ചെയ്തു. അതെ, മോർഫ് ചെയ്തു സാറേ. നോക്കേട്ടോ, നമ്മുടെ അലമാരിയുടെ മേളിലില്ലേ നമ്മുടെ രണ്ടുപേരുടെ ഫോട്ടോ? അതെ, അതും മോർഫ് ചെയ്തു. അയ്യോ, അതിന്റെ അപ്പുറത്തിരുന്ന് നമുക്ക് കിട്ടിയില്ലേ ബെസ്റ്റ് കപ്പിൾസിന്റെ ട്രോഫി? അയ്യോ, അതും മോർഫ് ചെയ്തിരിക്കും സാർ. അവര് നോക്കിക്കോട്ടെ, നമ്മളിവിടെ നിങ്ങൾ രണ്ടുപേരും കണ്ടുപിടിച്ചാട്ടോ. ഇതില്ലാത്ത കളിക്കല്ലേ, ഞങ്ങൾ വിഷമിച്ചു പോകും. നിങ്ങൾ കളിക്കാം, പിന്നെ അല്ലാതെ ഞങ്ങളിവിടെ നോക്കിയിട്ടിക്കൊണ്ട് എന്തൊക്കെ സർക്കസ് ഇവിടെ കാണിക്കുന്നത്? അല്ല, ഇത് ഞങ്ങളല്ലേ ഇവിടെ ഉദ്യോഗസ്ഥരെ. എല്ലാം മോർഫ് ചെയ്ത്. എല്ലാം മോർഫ് ചെയ്തോ? അത് നിങ്ങളാണോ? ഒരു മിനിറ്റ് സാർ, വീട്ടിൽ നിന്ന് കോള് വന്നു. തന്റെ എല്ലാ കള്ളത്തരത്തിനും അവർ കൂട്ടുകയെന്നല്ലോ. തിരിച്ചു വിളിക്കാം. ചേട്ടാ, നമ്മുടെ വേലക്കാരിയില്ലേ, വേലക്കാരി തലകറങ്ങി വീഴുന്നത്. അപ്പൊ അമ്മച്ചി എല്ലാരും കൂടി എടുത്തോണ്ട് ഹോസ്പിറ്റലിൽ പോയി. അപ്പൊ ഡോക്ടർ പറയും ആ വേലക്കാരി ഗർഭിണിയാണെന്ന്. സാറേ, അവിടെ ഹാക്കർ മോർഫ് ചെയ്ത് കളഞ്ഞു. ഈ ഹാക്കർ അവിടെ
മോർഫിൻ. അല്ലാതെ കുൽസിതം വർക്കൗട്ട് ആയതല്ല. അല്ലേ? കൊച്ചെ ഞാനൊരു കാര്യം പറയട്ടെ, സത്യത്തിൽ ഇത് മോർഫിംഗ് ഒന്നും അല്ല. ആണോടോ? അല്ലല്ല. മോർഫിംഗ് അല്ല. ആ വേലക്കാരി വിവാഹം കഴിച്ചാണോ? അല്ല. പിന്നെ ഇതങ്ങനെ സംഭവിച്ചു? അതാ ഞാൻ അല്പമെങ്കിലും ആലോചിക്കേ. അപ്പൊ സാർ എന്നെ നേരത്തെ കാണിച്ച ഫോട്ടോ ഒക്കെയാ അതൊന്ന് മോർഫിംഗ് അല്ലേ? ഞാൻ നിങ്ങളുടെ വീട്ടിൽ ഒരു വഴക്കുണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാനൊരു കള്ളം പറഞ്ഞതാണ്. അത് മോർഫി ചെയ്തല്ല കൊച്ചെ, അത് ഒറിജിനലാണ് ഇതെല്ലാം. അപ്പ ഇയാളാണ് ഇതിനൊക്കെ ഉത്തരവാദി? പിന്നെ ഞാനാണോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, താൻ ഇത്ര നാളും എന്നെ ചതിക്കുവായിരുന്നല്ലേ? അപ്പം ഗർഭത്തിന് ഉത്തരവാദി താനാണോ? ഗർഭത്തിന് ഉത്തരവാദി. ഇത്രയും കാര്യങ്ങൾ നീ ഇവിടെ വരെ വിശ്വസിച്ചല്ലോ, അപ്പൊ നീ ഇതും കൂടെ വിശ്വസിച്ചാ എന്താ? ഇനി നീ ഇത് മോർഫി ചെയ്യാൻ നിൽക്കണ്ട. അതെന്താ? ഏതെങ്കിലും ഹോസ്പിറ്റലിലെ മോർച്ചറി പോയി കിടക്കാം, അതാ നല്ലത്. അതിന് ഞാൻ ചത്തിട്ടില്ലല്ലോ. നീ വീട്ടിലോട്ട് ചെല്ല്, അവള് നിന്നെ കൊല്ലും. സാറേ, ഒരു 10-12 കോളായി. മഴ പെയ്യോ പേത്തിലൊന്ന് പറ. ഇപ്പൊ എത്ര കോളായി? 12 കോളായ. അതിൽ ഏതെങ്കിലും മഴക്കോളുണ്ടോ എന്ന് നീ പോയി നോക്കിട്ട് വാ. അതല്ല പറഞ്ഞത്. പിന്നെ ഈ ലാൻഡ് ഫോൺ കിടന്ന് 10-12 കോളായിട്ട് വിളിക്കുന്നുണ്ട്. മഴ പെയ്യോ പേത്തിലും സാറെന്ന് പറ. എടോ, അതല്ലേ ഞാൻ ഇത് വെച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നത്. മഴ പെയ്യൂലെന്ന് നോക്കട്ടെ. സാറേ, ഇതാ പുഴയിലോട്ട് പിടിക്കാതെ ഒരു വട്ടെങ്കിലും മേളിലോട്ട് പിടിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മഴ പെയ്യോ പെയ്യത്തില്ലെന്ന് അറിയാം. ഈ മഴ പെയ്യുന്നത് എങ്ങനെയാണ്? ഈ പുഴയിലെ വെള്ളം നീരാവിയായി മുകളിലേക്ക് പോയി കാർമേഘങ്ങളിൽ തങ്ങി നിന്ന് മഴയായി പതിക്കുന്നു. ആണല്ലോ. അപ്പൊ ആദ്യം നമ്മൾ പുഴയിലോട്ടല്ലേ നോക്കേണ്ടത്? നീരാവിയായിട്ട് പോകണമെന്ന് നോക്കണ്ടേ? അതാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? ഏതെങ്കിലും ജലകന്യയുടെ ഭർത്താവിന്റെ നിജവക്കാൻ നമ്മളെ കിട്ടുമ്പോൾ പഠിച്ചോളൂ. എന്തെങ്കിലും പറഞ്ഞായിരുന്നു? നീരാവിയായിട്ട് പൊങ്ങി പോകുന്ന സാറ് കറക്റ്റായിട്ട് കൂടെ നോക്കാൻ പറഞ്ഞു. പിയൂന്റെ സാറിന് നിന്നാ മതി. പോയി ഒരു ചായ വാങ്ങിച്ചോണ്ടോ. സാറേ, ഈ കാറും കോളും നിറഞ്ഞ ചായ വേണോ അതെ തെളിഞ്ഞ ആകാശം പോലത്തെ ചായ വേണോ? മനസ്സിലായില്ല. കടുപ്പത്തിലുള്ള ചായ വേണോ അതെ ലൈറ്റായിട്ടുള്ള ചായ വേണോ? എനിക്ക് മേഘാവൃതമായ ഒരു ചായ മതി. അതെന്തോ സാറേ? എടാ, വെള്ളച്ചായ മതിയെന്ന്. അപ്പൊ കൂടെ 2 വാൽനക്ഷത്രം കൂടെ ഞാൻ എടുക്കും. അതെന്തോന്ന്? സമൂസ. ഹലോ. ഓഹോ. എന്തോ സാറേ? ഇന്ന് വൈകുന്നേരം കത്രീന വീശിയടിക്കും. എന്റെ ദൈവമേ, കേരളമാകെ ഭയങ്കര നാശനഷ്ടമായിരിക്കും. എന്റെ ഭാര്യ കത്രീന എന്നെ വീശിയടിക്കുന്നതിന് കേരളത്തിന് എന്ത് നാശനഷ്ടോടെ? സാറിന്റെ ഭാര്യയുടെ പേര് കത്രീൻ എന്നാണ്. ഞാൻ വിചാരിച്ചു കത്രീൻ എന്ന് പറഞ്ഞാൽ വലിയ ചുഴലിക്കാറ്റായിരിക്കും. രണ്ട് സംഭവം നീ തന്നെ. നമ്മൾ ഈ നാശം വിളിക്കുന്ന കാറ്റേക്കെല്ലാം പെണ്ണുങ്ങളെ പേരാണല്ലോ ഇട്ട് വയ്ക്കുന്നത്. അപ്പൊ കാറ്റൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പൊ എന്തായാലും കാലാവസ്ഥയിൽ റിപ്പോർട്ട് കൊടുക്കണം. നീ പുറത്തോട്ട് ഇറങ്ങിയിട്ട് ആകാശം എങ്ങനെയാണെന്ന് പറഞ്ഞ ഒരു റിപ്പോർട്ട് ചെയ്താ നോക്കാം. അകലേ നീലാകാശം. അപ്പം മഴയില്ല. ഇന്ന് മഴ പെയ്യാൻ ചാൻസ് ഇല്ല. ആകാശം. സാറേ, ഏതോ ഒരു ജലകന്യകയുടെ ഭർത്താവാൻ തോന്നുന്നു ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. പേടിപ്പിക്കാതെ. എനക്കം കണ്ടിട്ട് എനിക്ക് പന്തിയായിട്ട് തോന്നുന്നില്ല. സാറേ, ഇതല്ല. പിന്നെ ഇത് നമ്മുടെ മേലുദ്യോഗസ്ഥന. ഇവിടെ അഴിമതി നടക്കണമെന്ന് അറിയാൻ വേണ്ടി വേഷപ്രച്ഛന്നനായി വന്നതാ. വേഷപ്രച്ഛന്നനായി വരാൻ ഇത് കലോത്സവ വേദി അല്ലല്ലോ. നീ പോയി സാറേന്ന് വിളി. എന്നിട്ട് വേണം എന്റെ പണി പോകാൻ. സാറ് പോയി ചോദിക്കും. ഹലോ, എക്സ്ക്യൂസ് മീ. എന്താ നോക്കുന്നേ? അതെ, ഞാൻ ഇങ്ങോട്ട് വരുമ്പോ എന്റെ മക്കളെ ജംഗ്ഷനിൽ ഇറക്കി വിട്ടായിരുന്നേ. അപ്പൊ സ്കൂൾ ബസ്സിൽ അവർ കയറി ഒന്ന് നോക്കിയതാ. സ്കൂൾ ബസ് നോക്കാനാണോ ആ സാധനം അവിടെ കൊണ്ട് വച്ചേക്കുന്നത്? പുഴയിലിട്ട് നോക്കണ്ടേ? അല്ല, ഈ പുഴയിലെ വെള്ളം നീരാവിയായി മുകളിലോട്ട് പോകുന്നു സാറിന് നോക്കണ്ടേ? സാറത് നോക്കുന്നുണ്ടോ? നീരാവിയായിട്ട് പോകുന്നോ നോക്കുന്നുണ്ടോ? കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഇയാള് ടിവിയിൽ വന്നിരുന്നോണ്ട് പറഞ്ഞു ഇനിയുള്ള 2 ആഴ്ച ഇവിടെ ഭയങ്കര വേനൽക്കാലമായിരിക്കും, വെയിലായിരിക്കും, ചൂടായിരിക്കും. അത് കേട്ടോണ്ട് ഞാൻ എന്റെ പാവപ്പെട്ട വീടിന്റെ ഓടെല്ലാം വാർക്കപ്പണിക്കായി നിലത്തിറക്കി. ഓട് നിലത്തെത്തിയതും ഇടി വെട്ടി മഴ. കഴിഞ്ഞ 2 ആഴ്ചയായി നിർത്താതെ പെയ്യാണ് മഴ.
സാറിന് ഒരു കാര്യം അറിയാമോ? എന്റെ വീട്ടിൽ 2 മുറിയോ, ആ 2 മുറിയിൽ വെള്ളം നിറഞ്ഞ് ഞാനും എന്റെ ഭാര്യ സ്വിമ്മിംഗ് പൂളിൽ കിടന്ന് നീന്തുപോലെ നീന്തിക്കൊണ്ടിരിക്കുക. ഹലോ, ഇതൊരു ഓഫീസാണ്. ഇവിടെ വന്ന് സംസാരിക്കുമ്പോൾ കുറച്ചും കൂടെ മാന്യത വേണം. ഞാൻ ഒരു കാര്യം പറയാം, ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. ഒരു മര്യാദ കാണിക്കണം കേട്ടോ. നിങ്ങളൊരു മേലുദ്യോഗസ്ഥന്റെ മുമ്പിലാണോ ഇങ്ങനെ മുണ്ടും മടക്കി കുത്തിയും സംസാരിക്കുന്നത്? മുണ്ടാ? ഈ മുണ്ട് മടക്കി കുത്തിയേക്കുന്നുണ്ടോ നിങ്ങള്? അയ്യോ, ഇത് മുണ്ടല്ല, ഇതെന്റെ പെണ്ണുമ്പിള്ളേരെ അടിപ്പാവാടയാണ്. എന്റെ മുഴുവൻ വെള്ളത്തിൽ കിടക്കാണല്ലോ. അത് നമുക്ക് മനസ്സിലായല്ലോ 2 ആഴ്ച കൊണ്ടാണെന്ന്. പറ, ഇതിനൊരു പരിഹാരം കണ്ടെത്തണം. അയ്യോ, എന്റെ പിറകിലൊരു സാധനം ഉണ്ടായിരുന്നല്ലോ, കാണാനില്ലല്ലോ. അത് ഇവിടെ തന്നെ ഉണ്ട്. ഇതിന്റെ കാര്യമല്ല, എന്റെ പെണ്ണുമ്പിള്ള എന്റെ പിറകെ ഉണ്ടായിരുന്നു, കാണാനില്ല. അയ്യോ, എന്റെ പെണ്ണും പിള്ളയാണോ പുല്ലാന്ന് അറിയാൻ വയ്യ. അതോ ഒരു പറക്കും തളിയാ കയറി വരുന്നു കേട്ടോ. ഹലോ മേഡം. എന്തും കോലാവനെ പണ്ടത്. അല്ല, നിങ്ങളുടെ ഭർത്താവിന്റെ വീടല്ല ഇവിടെ വന്ന് ഇങ്ങനെ കിടക്കാൻ. ഇതൊരു ഓഫീസാണ്. ആർക്കതൊക്കെ അറിയപ്പോ എങ്ങോട്ടോ ഓടിപ്പോയി ഇങ്ങോട്ട് വേടാ. ഉള്ളുപ്പുണ്ടടാ. ഇനി ഞാൻ പറയട്ടെ ഒരു നിങ്ങൾ തൊള്ളയും പൂട്ടാൻ മുണ്ടാളെ കുത്തിട്ടോളി. പറഞ്ഞില്ലാന്ന് വേണ്ട. എന്താണ് ചെയ്തത്? എന്താ ചെയ്തത്? ഈ കോട്ടോ സൂട്ടിട്ട് എന്റെ വീടിന്റെ ടിവിനുള്ളിൽ വന്ന് കുത്തിന് എന്താ എന്നോട് നോണ പറഞ്ഞത്? അതിന്റെ മുഖത്ത് നോക്കി പറയാണ്. ഒരു ആഴ്ചത്തേക്ക് ഇനി മഴ പെയ്യൂല, ആകാശം നിറച്ചും മേഘം വട്ടത്തിലാണ്, ചതുരത്തിലാണ്, ത്രികോണത്തിലാണ്, മട്ടക്കോണിലാണ്. എന്തൊക്കെ നോണയാണ് ഈ പറഞ്ഞത്? കേട്ടോ, ഈ ആ ടി വി ഇറങ്ങിപ്പോയി അപ്പം മുതൽ തുടങ്ങിയതാ പെരുമയോടെ മഴ. വീട് മഴത്ത് മുങ്ങി കിടക്കാണ്. അതൊക്കെ ഞാൻ പോട്ടെ എന്ന് വിചാരിക്കും. ഞാൻ കഷ്ടപ്പെട്ടിന്റെ കക്കൂസിന് തൊട്ടടുത്ത് വാഴ കുഴിച്ചിട്ട് ആ വാഴയാണെങ്കിൽ നല്ലോണം വളർന്ന് അതിന്റെ മോള് വലിയൊരു മൈസൂർപ്പഴൊക്കെ കൊലച്ചു മുന്നിൽ നിൽക്കുക. അപ്പൊ ഞാൻ എന്ത് വിചാരിച്ചു, ഈ മനുഷ്യന് രാവിലെ ചായക്ക് വേണ്ടിട്ട് പുട്ടിന്റെ കൂടെ പഴം എടുത്ത് കൊടുക്കാൻ വിചാരിച്ചു. അതിന് വേണ്ടി ഞാൻ പുട്ടുണ്ടാക്കുന്ന സാധനം അതെടുത്ത് അതിനുള്ളിൽ ചില്ലിട്ട് പിന്നെ നല്ല മൈസൂർ പഴം കൂട്ടിട്ട് മൈസൂർ പഴം കൂട്ടി അടിക്കുന്നിന്നെ എന്നോട് കളിക്കണ്ട ഉണക്കപ്പുട്ടേ. കുപ്പിയാണെങ്കിൽ നമ്മള് കുപ്പിച്ചില്ലാതെ കുപ്പിച്ചില്ല്. മനുഷ്യ മനസ്സ് വിഷമിച്ചൊരു കഥ പറയാണ്. പുട്ടും കൂട്ടി. അല്ല, നിങ്ങളല്ലേ മൈസൂരി പഴത്തിന്റെ റൂട്ടിലോട്ട് കൊണ്ട് തന്നത് എന്റെ കയ്യില്. ഇവൻ ഇവിടുന്ന് കുഴപ്പമില്ല. എന്താണെന്നറിയോ, 2 ആഴ്ച വെള്ളത്തിൽ കിടക്കായിരുന്നല്ലോ. ഉള്ളംകാലിൽ നിന്ന് ഉച്ചന്തലയിലോട്ട് തണുപ്പ് ഇങ്ങോട്ട് വേടാ. അപ്പൊ ഒളിച്ചിക്കാണോ? അപ്പൊ ഞാന് പുട്ടുണ്ടാക്കാൻ വേണ്ടി പുട്ട് നനയ്ക്കുന്ന സമയത്താണ് ഓൻ വന്നത്. ആരടി വന്ന ഞാനില്ലാത്ത സമയത്ത് നിന്റെ പുട്ട് തിന്നെ ആര് വന്നെന്ന് എനിക്കറിയാം. അയ്യോ, പുട്ട് തിന്നാ മറ്റവനും വന്ന് എനിക്ക് മാത്രം പുട്ട്. അങ്ങനെ പയ്യാ. ഈ ഒരു കാര്യം ചെയ്യും, ഓനെ വിളിച്ച് പറയും. ഓനെ വിളിച്ച് പറയണം നിർത്താൻ വേണ്ടിട്ട്. ആരെ വിളിച്ച് പറയാനെന്ന്? മയനെ കുന്തം വിഴിഞ്ഞ എന്റെ മുഖത്ത് കുത്തിരിക്കാം. ഓനെ വിളിച്ച് പറയാൻ അവിടുന്ന്. വിവരം വിദ്യാഭ്യാസം ഇല്ല. ഓനവിടുന്ന് വിളിച്ച് പറയും. മയെ വിളിച്ച് പറയാ. അവള് പറഞ്ഞല്ലേ, വിളിച്ചു പറ. ഇത് എവിടുന്ന് കിട്ടിയ? കോഴിക്കോട് നരിക്കുനി. അണ്ണനാ? ഞാൻ തിരുവനന്തപുരത്ത് നെട്ടേ. അപ്പൊ നിങ്ങൾ രണ്ടും കൂടെ എങ്ങനെ ഒപ്പത്? കഥ എന്തിനാണ്? കഥ പറഞ്ഞ് 10 മിനിറ്റ് കഴിക്കാനില്ലേ, ഡയറക്റ്റ് അങ്ങ് ഏറിയാ. ഞാൻ കേറട്ടോ. സ്ത്രീയെ താടിക്കാരാന്ന്. ഹേ സ്ത്രീയെ, ഇത് ഫയർഫോഴ്സുകാർ മോട്ടോർ വെച്ച് മേളിലോട്ട് വെള്ളമടിക്കുകയല്ല പറയുമ്പോ നിർത്താൻ. ഇതെന്ന് പറഞ്ഞാൽ കാർമികങ്ങളെല്ലാം കൂടെ ഉരുണ്ട് കൂടി മഴയായി താഴേക്ക് പതിക്കുന്നതാണ്. ഈ ഒരു കാര്യം ചെയ്യും, ഓനെ വിളിച്ച് പറഞ്ഞ് നിർത്താൻ വേണ്ടിട്ട്. ആരെ ചില പറഞ്ഞ ആരൊക്കെ ഉരുണ്ട് കൂടി അങ്ങോട്ട് മേലോട്ട് പോയിക്കുന്നെന്ന് ഓനെ വിളിച്ച് പറയടാ. ഇത് കർണടിപ്പിക്കേണ്ട കേസായത്. സത്യം പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ താമസിക്കാൻ നിങ്ങളെ ഭാര്യയെ വിളിച്ചോണ്ട് നിങ്ങളെ നാടായ തിരുവനന്തപുരത്ത് പോയി താമസിച്ചൂടെ? എന്നിട്ട് വേണം തലസ്ഥാനം കത്തിച്ചതിന് എന്റെ പേര് കേസെടുക്കാൻ. അത് ചോദിച്ചാണ് തന്നെ ഉണ്ട് കേട്ടോ. തൊണ്ടയിലായിട്ടിരിക്കുന്നു. പറയാണ് ഞാന്. കൊട്ടിട്ടോനെ താടിക്കാരാ, രണ്ടാമത് കേക്കണം.
ഇയാൾ ഉടുത്തോ എന്റെ അടി പാവാടയാ. ഞാൻ കല്യാണത്തിന് പോകാൻ വേണ്ടി മാത്രം തേച്ച് മിനിക്ക് അലമാരി വെക്കുന്ന സാധനമാണ് വെള്ള നിറമുള്ള അടിപ്പാവാട ഉടുത്തിക്കാൻ മൂപ്പര്. കള്ളം പറയല്ലേ, തൂവെള്ള നിറവൊന്നും അല്ലതാ, അതിനകത്ത് ചോപ്പ് ഡിസൈനൊക്കെ അടിച്ചേക്കുന്നുണ്ട്. തിരിഞ്ഞാ കണ്ടാ, അടിപൊളി ചോപ്പ് ഡിസൈനൊക്കെ അടിച്ചേക്കുന്നുണ്ട്. തൂവെള്ളേന്ന് കള്ളം പറയുന്നു. ഇത് ഡിസൈൻ അല്ല, 2 ആഴ്ച ഞാൻ വെള്ളത്തിൽ കിടന്നില്ലേ, അപ്പൊ എന്റെ ജട്ടിയുടെ കളർ പറ്റിയ പൈസ കൊടുത്ത് 2 മേടിച്ചിട്ടൂടെ. കുനുകുന സമ്മർദ്ദാനം പറഞ്ഞിരിക്കാണ്ടേ ഈ കാലത്ത് തീരുമാനം എടുക്കും. എന്റെ താന്നാണ് ഇവിടെ പോരെ എന്നാലും വെള്ളത്തിൽ മുങ്ങി കിടക്കാം. ഇനി ഇവിടെ തീരുമാനം ഉണ്ട്, അവിടെ ഇവിടെ ഞാൻ എനിക്കുന്ന പ്രശ്നമില്ല. എനിക്ക് കുറച്ച് കിടന്നുറങ്ങണം. താരങ്ങളൊന്ന് കിടക്കുണ്ടോ? അവര് പറഞ്ഞായിരുന്നു സാറിന്റെ കൂടെ കയറി കിടക്കായി. അവളെ സാറേന്ന് വിളിച്ച എന്നെയാണ്. നിങ്ങളെ സാറേ എന്നാ അതെന്തിനാ? അവളെക്കാളും വിദ്യാഭ്യാസം എനിക്ക് കൂടുതലുണ്ടല്ലോ. എത്ര വരെ പഠിച്ചു? ഞാൻ 8ാം ക്ലാസ്, അവള് 3ാം ക്ലാസ്. അപ്പൊ ബഹുമാനം കൊണ്ട് വിളിക്കുന്ന സാറേ. തന്നെ നിങ്ങൾ 10 വരെ പഠിക്കാത്ത ഭാഗ്യം. എന്ത് ഡോക്ടറെ എന്ന് വിളിച്ചാൽ മനുഷ്യങ്ങളോട് കുനുകുന പറഞ്ഞിട്ട് കിടക്കുന്നുണ്ടോ? സാറ് ഇത് പാകപ്പാടെ വിഷയം കേട്ടോ. ഇവരിവിടെ ഇങ്ങനെ സാറും കുട്ടിയും കൂടെ കിടന്നു കഴിയുമ്പോൾ നമ്മളെ മേലുദ്യോഗസ്ഥന്മാർ വല്ലോ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാകില്ലേ? ഇൻഫെക്ഷൻ ഇൻസ്പെക്ഷൻ സാറിന്റെ സംഭവം പിടികിട്ടി. അത് തന്നെ അതിന് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാകും. ഒരു കാര്യം ചെയ്യും, ഇവരെ പരിസരത്ത് മഴയുണ്ടോ എന്നൊക്കെ ഞാനൊന്ന് നോക്കട്ടെ. എന്നിട്ട് ഇവർക്കുള്ള പരിഹാരം ഉണ്ടായിക്കൂടും. ഓ മൈ ഗോഡ്, ഒരു വക കണ്ടൂടാ. കാർമേഘം കറുത്തുരുണ്ട് കിടക്കുന്നു, ഒരു വക കണ്ടൂടാ. ഉറപ്പാണ്? ഉറപ്പാണ്. ആദ്യം ഈ താമരത്തിന്റെ അടപ്പെടുത്തിട്ട് ഇതാണ് ഇപ്പൊ അടച്ചു വെച്ചത്. എന്തിന്? അവിടേക്ക് നേരം ഇതിലെ കൂടെ ഇങ്ങോട്ട് നോക്കാതിരിക്കും. അപ്പൊ ഞാൻ നോക്കട്ടെ. നിങ്ങൾ കിടന്നോ, നിങ്ങളെ പ്രശ്നം ഇപ്പൊ ഞാൻ പരിഹരിച്ചു തരാം. ഇവരെ വീട് ഏതൊക്കെയെന്ന് പറഞ്ഞ് തെക്കേ ഭാഗം. പ്രശ്നമാ, ഭയങ്കര പ്രശ്നമാ. ഹലോ, ഭയങ്കര പ്രശ്നമാണ്. ഒരു കാര്യം ചെയ്യ്, ഇപ്പൊ ഇവിടെ ഒരു സർക്കാർ ഓഫീസാ, ഇവിടെ കിടക്കാനൊന്നും പറ്റത്തില്ല. നിങ്ങൾ ഏതെങ്കിലും ബന്ധുക്കളെ ആരെങ്കിലും വിളിച്ചിട്ട് അങ്ങോട്ട് മാറുന്നതാ നല്ലത്. അല്ലെങ്കിൽ എന്താണ് പ്രശ്നം പറഞ്ഞില്ലല്ലോ. നിങ്ങളെ വീട്ടിന്റെ ഭാഗം മൊത്തം ചക്രവാത ചുഴി കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ചക്രവാത ചുഴി, 2 ആഴ്ച കൊടുമഴ, ഇടിയും മഴയും, ചുഴലി കൊടുങ്കാറ്റ്. ഉറപ്പാണ്. മൊത്തം വെള്ളം ഞങ്ങൾ പെടും. 2 ആഴ്ച. അപ്പൊ ഞങ്ങൾ ബന്ധു വീട്ടിലോട്ട് മാറണം. ബന്ധുക്കളെ വിളിക്കുന്നത് ബുദ്ധി ഉദിച്ചു. അതെ, ഉറപ്പാണല്ലേ? ഉറപ്പാണ്. ഹലോ മണിയമ്മേശ്ശേരി, നാളെ രാവിലെ വീട് വാർക്കാനായിട്ടുള്ള ആളും സാധനങ്ങളുമായിട്ട് രാവിലെ താനെന്ത് പണിയാണോ കാണിക്കുന്നത്? താൻ ഇതിൽ കൂടെ നോക്കിയിട്ട് കൃത്യമായിട്ട് തന്റെ വീടിന്റെ ഭാഗത്ത് ഇടിയും മഴയും ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് താൻ എന്തിനാണ് ഇപ്പൊ വീട് പണിയാൻ ആളെ വിളിക്കുന്നത്? ഇടിയും മഴ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ആരാ? തന്നല്ലോ. ഇങ്ങനെ ഇടിയും മഴ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ആ ആഴ്ച മൊത്തം വെയിലായിരിക്കും. ഇങ്ങനെ വെയിലാണെന്ന് പറഞ്ഞാൽ ഇടിയും മഴയായിരിക്കും. ഇങ്ങനെ ഇപ്പൊ ഇടിമഴ എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഈ ആഴ്ച മൊത്തം വെയിലാണ്. ആ വെയിലത്ത് ഞാൻ എന്റെ വീടിന്റെ വാർപ്പങ്ങ് തീർത്തോളാം. നീ വാടി. ഒരു മിനിറ്റ്, ഒരാഴ്ചത്തേക്ക് ദയവ് ചെയ്ത് ഇങ്ങനെ നാക്കെടുത്തൊന്ന് പൊക്കല്ലേന്നൊന്ന് പറഞ്ഞേക്കണേ. അത് ഞാൻ ഏറ്റ്. പ്രിയ സുഹൃത്തുക്കളെ, വലിച്ചോ. പ്രിയ സുഹൃത്തുക്കളെ, അതാ നമ്മുടെ അച്ചായൻ തൃശ്ശൂരുമായി കോട്ടയത്ത്. ചേട്ടാ ചേട്ടാ ചേട്ടാ, മതി 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 മതി. സാഹസികമായിട്ട് എലീന ഹാൻഡ് ബ്രേക്ക് ഇട്ടിരിക്കുകയാണ്. പക്ഷേ എവിടെ തോമസ് ചേട്ടൻ? അത് അയക്കണല്ലേ. തോമസ് ചേട്ടന്റെ കെട്ടുകൾ കെട്ടല്ല, നോക്കൂ, താടിയിലാണ് കെട്ടിയിരിക്കുന്നത്. ഇടി. ചേട്ടൻ ആവശ്യപ്പെട്ടത് ഒരു വലിയ റോഡ് റോളറാണ്. അതില്ലാത്തത് കൊണ്ട് ഒരു വലിയ റോഡ് റോളറായി ഞാൻ നിന്നു അതിന്റെ ഉള്ളിൽ. നമ്മുടെ തൃശ്ശൂരുകാരൻ അച്ചായ. നല്ല ആവേശം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാ ഞാൻ വണ്ടി ഓടിക്കും. ഞാൻ വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിന്റെ അപ്പുറത്തിരിക്കും. പക്ഷെ ഇങ്ങനെ വലിച്ചോണ്ട് പോകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്ത് തോന്നുന്നു എന്നെയും വണ്ടീനെ വലിച്ചോണ്ട് പോയപ്പോൾ? എനിക്ക് ഒന്നും തോന്നില്ല. ഞാൻ വലിക്കാറുള്ളത് പോലെ വലിയ സാധനങ്ങളല്ലേ വലിക്കാറുണ്ട് കുറച്ച്. ശരി, നേരത്തെ പറഞ്ഞ ഒരു കടുകുമണി ഇങ്ങനെ ഉരുട്ടിക്കൊണ്ട് പോകുന്ന ഫീൽ ഉണ്ടായിരുന്നു. ശരി, അതാ തോമസ് അച്ചായൻ, നമ്മൾ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത്? 1 മിനിറ്റില് നാളേരം കടിച്ചു പൊളിച്ച് ചില്ല് ഗ്ലാസ് കൊണ്ട് അടിച്ചു പൊടിക്കും. എന്താണ്? 1 മിനിറ്റില് നാളിരം കടിച്ചു പൊളിച്ച് ചില്ല് ഗ്ലാസ് കൊണ്ട് അടിച്ചു പൊട്ടിക്കത്. 1 മിനിറ്റ് കൊണ്ട് ഈ ഇരിക്കുന്ന തേങ്ങ കടിച്ചു പറിച്ചിട്ട് ചില്ല് ഗ്ലാസ് കൊണ്ട് അടിച്ചു പൊട്ടിക്കും.
മാർക്കോ ആണെന്ന് മനസ്സിലായില്ലേ? തോമസ് ചേട്ടനല്ലേ ഇത്? മാർക്കോ ആണ്, റിയൽ ലൈഫിലെ മാർക്ക്. റിയൽ ലൈഫിലെ മാർക്കോ. ചേട്ടാ പല്ല് വേദനിക്കില്ലേ ചേട്ടാ? ഇല്ല, ഞാനത് ചെറുപ്പത്തിലേ ഇങ്ങനെ ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളതാ. ഇപ്പൊ രണ്ടാമത് കൊറോണ വന്നതോടുകൂടി കുറെ പ്രാക്ടീസുകൾ തുടങ്ങി. അപ്പൊ നാളിനും കടിച്ചു പൊളിക്കല്, ഗ്യാസ് കുറ്റിയുമ്മ ഇടിക്കല്, പുഷപ്പ് എടുക്കല്. എടാ സൈക്കോ അച്ചായെന്നൊക്കെ പറഞ്ഞ് വിളിച്ചു വരുത്തി. ചോദിക്കുന്നോണ്ടൊന്നും തോന്നില്ല. എത്ര വയസ്സുണ്ട്? 50 വയസ്സ് കഴിഞ്ഞു. ബോഡിയൊക്കെ ഇരിക്കുന്നു നോക്കി അച്ചായന്റെ. എടാ 50 വയസ്സ്, ഞാനൊക്കെ നോക്കിക്കേ ഇരിക്കുന്നേ. ഒരു മസിലും ഇല്ല, ഒന്നുമില്ല. തേങ്ങ പോയിട്ട് തേങ്ങ കൈ കൊണ്ട് എടുക്കുമ്പോ പോലും ബാക്ക് പെയിൻ എടുക്കും. ആ അവസ്ഥയില. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് സിനിമയിൽ അഭിനയിക്കുന്നത്. ഫൈറ്റ് ആയിരിക്കും കുറച്ച് അറിയാം. നോബിന്റെ അടുത്ത പടത്തില് ചേട്ടനൊന്ന്. ചേട്ടാ എന്റെ ഇതിലെങ്ങനെ ഒരു സിനിമ പറഞ്ഞാൽ ഞാൻ ചേട്ടനെ വിളിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ മാർക്കോ അല്ലല്ലോ, ആദ്യത്തെ തോമസ് ഏട്ടന്റെ ഈ പറയുന്ന തേങ്ങ കടിച്ച് കീറി ചില്ലുകാസ് കൊണ്ട് അടിച്ച് പൊടിച്ച് ഇല്ലാണ്ടാക്കി നമുക്ക് കാണാം. ഒരു ഭാഗത്ത് അവളെ തലയിലൂടെ അടിച്ചു പൊട്ടി. തൊപ്പിക്കുള്ളതാണ് ഇത്. ഞാൻ കടിച്ചു പൊളിക്കാൻ പോണ്. ഇതിനകത്ത് തൊപ്പിയുണ്ട്. നമ്മള് സാധാരണ കാണുന്നത് പറഞ്ഞാൽ കുറച്ച് ഗ്രീനിഷ് ആയിട്ടുള്ള പച്ചയായിട്ടുള്ള സാധനമാണ്. അത് കുറച്ചും കൂടെ എടുക്കാൻ ഈസിയാണ്. മൂത്തിട്ട് ഇതെന്ന് പറയുന്നത് ഉണങ്ങിയതാണ്. ഭയങ്കര ഹാർഡാണ്. ഇറ്റ്സ് വെരി ഹാർഡ്. ഇറ്റ്സ് വെരി ഹാർഡ്. ചെയ്തോട്ടെ? ആ ചേട്ടൻ ചെയ്തോ, ഞാൻ നോക്കി നിൽക്കാം. ആ അപ്പോ ഓ, ഈ ഗ്ലാസ്സിൽ അടിച്ചു പിടിക്കുന്നല്ലേ അമ്മ? കുട്ടി തേങ്ങ കൊടുക്ക. വേണ്ട വേണ്ട, എനിക്ക് പേടിയാ. അത് കുടിച്ചാതി. മറ്റേ ഇതുണ്ടോ അതിനകത്ത്? പൊങ്ങ് എനിക്കാണ് ശ്വേത ചേച്ചിക്കാണ് കൊങ്ങ്. ഒരെണ്ണം കൂടെ നമുക്കൊന്ന് ചെയ്യാൻ പറ്റുമായിരിക്കോ? ഒരു പൊങ്ങും കൂടി. ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലെങ്കിൽ പൊങ്ങിന് ഇവിടെ അടിയാവും. സൂപ്പർ സൂപ്പർ സൂപ്പർ. പ്രിയ സുഹൃത്തുക്കളെ, വീണ്ടും നമ്മുടെ തൃശ്ശൂരിൽ നിന്നും തോമസ് ഏട്ടൻ തേങ്ങ പൊതിക്കാന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത് പല്ലുപയോഗിച്ചാണ് ചെയ്യുന്നത്. അതും ഭയങ്കര ഹാർഡായിട്ടുള്ള തേങ്ങയാണ്, ഡ്രൈ ആയിട്ടുള്ള തേങ്ങ. ശരിക്കും ചേട്ടന് ഏതെങ്കിലും ഒരു ടൂത്ത് പേസ്റ്റിന്റെ കമ്പനിയുടെ ഒക്കെ ഒരു ഒക്കെ ആക്കാൻ പറ്റും. അതെ അതെ, സ്ട്രോങ് ടീത്ത് അല്ലേ? പൊളി പൊളി പൊളി. ഇനി ആ സാധനം ഞാനൊന്ന് നോക്കട്ടെ. അതെങ്ങനെ ഒന്ന് നോക്കട്ടെ. ഗ്ലാസ് എടുത്തു. അതായത് ഇതെന്ന് പറയുന്നത് പൊട്ടുന്ന കുട്ടി ഗ്ലാസ് ആണ്. അത്രയും പ്രസിഷൻ വേണം. അടിപൊളി അടിപൊളി. സോറി ഗൈസ്, പൊങ്ങില്ല. കുഴപ്പമില്ല, നമുക്ക് ഷെയർ ചെയ്യാം. കുഴപ്പമില്ല, ഒരു രക്ഷയില്ല കേട്ടോ. കിട്ടില്ലെന്ന് പറഞ്ഞാൽ കിട്ടില്ല. ഇത് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയത് ശരിക്കും പറഞ്ഞാ? അത് നമ്മളിങ്ങനെ പാടത്തോടിക്കും പോകുമ്പോ നാളെ റോട്ടില് പാടത്തേക്ക് എടുക്കുമ്പോ അപ്പൊ ആ സമയത്തേക്ക് നമ്മള് ചെറുപ്പത്തിൽ എത്ര വയസ്സിലാണ് ശരിക്കും? ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞൊരു 10-12 വയസ്സിലേക്ക് അങ്ങനെ സമയത്ത് പാടത്തേക്ക് എടുക്കുമ്പോ കല്ലുണ്ടാവില്ല. അപ്പൊ അങ്ങനെ കൂട്ടുകാരന്മാര് കൂടിയിട്ട് കടിച്ചു പൊളിക്കും. നാട്ടുകാരൊക്കെ ഇത് കണ്ടിട്ടില്ലയോ? അപ്പൊ അവർക്ക് എന്താ അഭിപ്രായം ഇതിനെ പറ്റി? അവർക്കും ഞാൻ മീൻ കച്ചവടക്കാരനാണ്. അപ്പൊ മീൻ കച്ചവടത്തിന് മുമ്പ് ആൾക്കാർ പറയും നാളെ ഒന്ന് പൊളിച്ചല്ലോ ചോദിക്കും. മീൻ വാങ്ങാൻ വരുന്ന ആൾക്കാർ തേങ്ങയും കൊണ്ടാ വരുന്നത്. പൊളിച്ചരാൻ പറയാം. അപ്പൊ നമ്മൾ തമാശ രീതിയിൽ പോകുന്നു മാത്രം. ഓക്കെ, അടിപൊളി. ചേച്ചി ഇതിൽ എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? വൈഫ് വന്നിട്ടുണ്ട് അവിടെ. ഞാൻ കണ്ടായിരുന്നു. നമുക്ക് ആ ചേച്ചിനെയും കൂടെ ഒന്ന് പരിചയപ്പെടാം. ചേച്ചി ഒന്ന് വരാവോ? ചേച്ചിയുടെ പേരെന്നാ? ബീന. ബീന. ബീന ചേച്ചി. ബീന ചേച്ചി. ബീന ചേച്ചി നമസ്കാരം, ആൻഡ് വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്.
ചേച്ചിക്കും ടെൻഷൻ ആണോ? ടെൻഷൻ ഉണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അതിന്റെ ഒരു ടെൻഷൻ ഉണ്ട്. ചേട്ടൻ അതിലധികം ടെൻഷൻ ഉണ്ട്. എനിക്ക് മറ്റേതാണ്, ഞാൻ മാത്രമല്ല ഇവരെല്ലാരും. ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് കല്യാണം കഴിക്കുന്നതിന്റെ മുമ്പ് അറിയായിരുന്നോ? ആദ്യം ചെറുപ്പത്തിലെ കരാട്ടൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ അങ്ങനെ അറിയായിരുന്നു. പക്ഷേ കൊറോണ വന്നതിന് ശേഷം രണ്ടുപേർക്കും കൊറോണ വന്നിരുന്നു. അപ്പൊ ഒരു പ്രതിരോധത്തിന് നിലയ്ക്ക് ആദ്യം അന്ന് ചെയ്ത പ്രാക്ടീസുകൾ തുടങ്ങി. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ഒരു മോളാണ് ഞങ്ങൾക്കുള്ളത്. മോളെ കല്യാണം കഴിഞ്ഞു. അപ്പൊ മരുവൻ പറഞ്ഞു ഇത്രയൊക്കെ ചെയ്യുമ്പോ അപ്പച്ചനൊന്ന് വൈറലാക്കാന്ന് പറഞ്ഞിട്ട് യൂട്യൂബില് ഓരോരുത്തരെ വിളിച്ച് അങ്ങനെ പരിപാടികൾ അങ്ങനെ അന്ന് തൊട്ട് ചെയ്തു തുടങ്ങിയതാണ്. തോമസ് ചേട്ടന്റെ അടുത്ത പ്രകടനം നമ്മൾ കാണാൻ പോവുകയാണ്. പുഷപ്സ് ആണ്, വെറും പുഷപ്സ് അല്ല, ഗ്ലാസ് വെച്ചിട്ടുള്ള പുഷപ്സ്. കാണാം. സാധാ പുഷപ്പ് അല്ല, 3 ഗ്ലാസിന്റെ മേലിൽ നിന്നിട്ടാണ് പുഷപ്സ് എടുക്കുന്നത്. അടിപൊളി. അഖില വരുന്നോ? ചേട്ടാ മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഒരു രക്ഷയില്ല. ചേട്ടൻ കഴിച്ചിട്ടെടുക്കാം. ചേട്ടൻ കഴിഞ്ഞു. ഒരു സ്ട്രെച്ചില് ശരിക്കും എത്ര തവണ എടുക്കാറുണ്ട്? 50 60 എടുക്കും. 10 മതി. നമ്മളുടെ അഖിലിന് 10 മതി. ഗ്ലാസിന്റെ മുകളിലോ? കല്യാണം കഴിയാത്ത പയ്യനാണ്. ചില്ലി ഗ്ലാസ് അല്ല, കുഴപ്പമില്ല. മുണ്ട് മടക്കി കുത്തിയാണോ തീന്നെ? അപ്പൊ ബാക്ക് പ്രശ്നമാവില്ലേ? ബാക്ക് എന്ത് വർഷം? നീ എന്റെ ബാക്കിൽ നോക്കായിരുന്നു. മുണ്ടോ നിക്കറണ്ടാ? ഉണ്ട്. മതി. 11 13 14 15 16 17 18 19 20. അഖി മതി. അയ്യോ നമ്മൾ അഖി കൈവിട്ടു പോയേ. അതുകൊണ്ടല്ല, ഇറങ്ങാൻ പറ്റൂല. എങ്ങനെ ഇറങ്ങും? ചേട്ടനെ താഴെ പോയിട്ടാ വന്നത്. നീ പൊളിയാ ചേട്ടാ. ഇനി അടുത്ത അഭ്യാസം തേങ്ങ ഒതുക്കി. ഇനി അടുത്തത് പറയുന്നത് ചേട്ടൻ നിൽക്കുന്നപോലെ നീ ഷർട്ട് ഊരിട്ട് 6 പാക്ക് കാണിക്ക്. ഹലോ, എനിക്ക് 6 പാക്ക് ഇല്ല. ചേട്ടന്റെ 6 പാക്ക് നമുക്കൊന്ന് കാണാം. വാ. അഖിൽ, അശ്വജിത്ത്, നീ നമ്മളുടെ പ്രതീക്ഷയാണ്. കാണിക്ക്. അഖിൽ പ്രതീക്ഷയാണ്. Yes. Oh God. അഖിൽ, ആടികളെ നീ നമ്മുടെ പ്രതീക്ഷയാണ്. ഊര്. എക്സ്റേ പോലെ ഇരിക്കും. വേണ്ട. ബോഡി ഷേപ്പിംഗ്, ബോഡി ഷേപ്പിംഗ്. അതല്ലാതെ പ്രൂവ് ചെയ്യേ. നമ്മള് ചമ്മി നാറി വിളിച്ചാവും. ഒരു പ്രൂവിങ്ങിന് ഞാനില്ല. പക്ഷേ അഖിൽ പറഞ്ഞ ഒരു പോയിന്റ് കറക്റ്റ് ആണ്. ചേട്ടനെ ഇവിടുന്ന് നോക്കുമ്പോ നമ്മുടെ കൂട്ടത്തിലെ ചേട്ടന്റെ ഒരു ജൂനിയറിനെ കാണിച്ചു തരട്ടെ. നമ്മുടെ അശ്വജിത്ത് ഇവിടെ ഉണ്ടോ? അശ്വജിത്ത് ഉണ്ടോ? തുടങ്ങിയോ? കാണിച്ചോ? ആയിട്ടതാ.
അതാ ഈ സിനിമയിലെ വിക്രം. ഉണ്ണിയപ്പോ ഇനി അടുത്ത ഐറ്റം കാണാൻ പോയി. ഇവന്റെ ഡ്രസ് കൊടുത്തു, സ്റ്റൈല് കഴിഞ്ഞു. ഇത് പിടിച്ചോ. എടാ വാടാ, നമുക്കിനി അപ്പുറത്തെ സ്റ്റേജിൽ നാടോഴത്തെ മത്സരം. ഇത് നാടോഴത്തെ കഴിഞ്ഞിട്ട് അടുത്ത കഥകളി. ഇനി അടുത്തെന്ന് പറയുന്നത് ഗ്യാസ് കുറ്റിയായിട്ട് എന്തോ ഒരു പ്രകടനം ഉണ്ടല്ലോ. ഗ്യാസ് കുറ്റിയുമ്പോ 1 മിനിറ്റിന്റെ ഉള്ളില് ഞാൻ 400 വട്ടം പഞ്ചിയും. ആ പഞ്ച് എന്ന് പറഞ്ഞിട്ട് പഞ്ചിങ് ഗ്യാസ് കുറ്റീന് പഞ്ചിങ് 1 മിനിറ്റില്. ശരി ശരി. അപ്പൊ അങ്ങനെ ഗ്യാസ് കുറ്റി വരട്ടെ. ഹായ്, മിന്നൽ മുരളിയായിട്ട് ഞാൻ നിൽക്കുന്നു. ഗ്യാസ് കുറ്റി വരട്ടെ. ശരി, ഞാൻ ഒന്ന് ചേച്ചി പിടിച്ചു കൊടുക്കുന്നോ? അന്ന് ചേച്ചി പിടിച്ചു കൊടുത്തോ? ആ, ചേച്ചി പിടിച്ചു കൊടുക്കാണ്. നമ്മളെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല, പക്ഷെ കൈ അടിക്കാൻ പറ്റുമെന്ന് ചെയ്യാവോ? കൈ വേദനിക്കുന്നു. ഇത് നല്ല താളത്തിൽ പൊക്കോണ്ടിരിക്കുകയാണ്. ഇതിലൊരു പാട്ട് വരെ നമുക്കിപ്പോ പാടാൻ പറ്റും. കുട്ടനാടൻ മുഞ്ചായിലെ കൊച്ചു പെണ്ണെ കുയിലാലെ കൊച്ചു വേണം കുടവ വേണം. ഓ എവിടെ എവിടെ ഇനി ആ കൈ ഒന്ന് കാണിച്ചേ. മൂക്കിന്റെ പാലത്തിലിട്ടൊന്ന് ഒന്ന് ക്യാമറയ്ക്ക് കാണിച്ചു കൊടുക്കോ. പഴമുണ്ടോ? ഇനി എന്നാ ഐ തിങ്ക് നോബിച്ചേട്ടൻ ഇവിടെ വന്ന് നിൽക്കണം. നോബിച്ചേട്ടാ, ഈ ഗ്യാസ് കുറ്റി പിടിക്കാൻ. ബാ നോബിച്ചേട്ടാ. ആ, പിടിച്ചെടുത്തോ. ഈ പോർഷൻ ആണ്. കഞ്ഞോടിക്കാൻ പറ്റടാ. ചിങ്കാരി വെള്ളം കളക്കുന്നതായിരിക്കും. ഓ സൂപ്പർ. ഓ ചേട്ടാ, ബെല്ലടിച്ചാ മതി ചേട്ടാ. സ്കൂളിലെ പിള്ളേരെല്ലാം പോയി. ഗംഭീരം, സൂപ്പർ സൂപ്പർ. കൊടുത്തിലേക്ക് മോശമല്ലേ. ഗ്യാസ് ഊറ്റി മേളിലേക്ക് പോട്ടെ. ഗ്യാസ് ഊറ്റിയിടാ പറഞ്ഞേ. ആ പിന്നെ അല്ല. നോബി ചേട്ടാ, ഇതിലും പെർഫോമൻസ് നമുക്കൊരിക്കലും ചെയ്യാവുന്നതാണ്. അടിപൊളിയായിട്ട് സൂപ്പർ സൂപ്പർ. പൾസ് നോക്കിയതായിരുന്നോ? തങ്കം കൊള്ളാം. ശരി, അപ്പൊ എന്തായാലും ചേട്ടാ ഒരുപാട് സന്തോഷമുണ്ട് പരിചയപ്പെട്ടതിൽ. അതുപോലെ തന്നെ ചേച്ചിയുടെ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ചേട്ടൻ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ വീണ്ടും വീണ്ടും ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് നമ്മുടെ സൈഡിൽ നിന്നുള്ള സ്നേഹ സമ്മാനം ഞങ്ങൾ തരാൻ പോവുകയാണ്. നോബി ചേട്ടാ, ലണ്ടൻ ക്ലാസിക്കിന്റെ ഒരു കിടിലൻ സമ്മാനമാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ചേട്ടാ സന്തോഷത്തോടെ സ്വീകരിക്കണം. എന്ന് നമുക്ക് ഫുഡ് ഐറ്റം പറഞ്ഞു തരണം, ചേട്ടൻ കഴിക്കുന്നത് എന്തൊക്കെയാന്നുള്ളത്. കോമഡി മാസ്റ്റേഴ്സിൽ ഒരു ബ്രേക്ക് എടുത്താലോ? ഷോർട്ട് ബ്രേക്ക്. അതെ, നമ്മൾ എന്തായാലും വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊന്ന് ആക്റ്റീവായിട്ട് വൈൻഡപ്പ് ചെയ്യാം. ഒരു ചെറിയ ഗെയിം കളിക്കാം. ഈ ഗെയിം എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിനെയും ഈ നമ്മുടെ മനസ്സിനെയും കണ്ണിനൊക്കെ കുളിർമ തരാൻ പോവുകയാണ്. ബ്രെയിനും മനസ്സിനും കണ്ണിനും കുളിർമ വരുന്നത്. വിഷ്വൽ ബ്യൂട്ടി ഉള്ള ഒരു വിഷ്വൽ ബ്യൂട്ടി ഉണ്ടോ? ഉണ്ട്. അപ്പൊ ഓക്കെ, സന്തോഷമായില്ല. ഇവിടെ എല്ലാവർക്കും മലയാളം വായിക്കാൻ അറിയാമെന്നാണ് എന്റെ വിചാരം. എന്നാലും ഞാനിപ്പോ എക്സാമ്പിൾ പറയാണ്. എന്റെ പേര് എലീന എന്നാണ്. പക്ഷെ അതിന്റെ സ്പെല്ലിംഗ് പലപ്പോഴും പല രീതിയിൽ മാറിപ്പോവാറുണ്ട്. അപ്പൊ ഈ എലീനനെ തന്നെ പല വേർഷൻസിൽ എഴുതിയിട്ടുണ്ടാവും. അതിൽ ഏതാണ് എലീനയുടെ കറക്റ്റ് സ്പെല്ലിംഗ് എന്നുള്ളതായിരിക്കണം നമ്മൾ ഗസ് ചെയ്യേണ്ടത്. തുടങ്ങാം. ഫസ്റ്റ് വേർഡ്. ഇതിൽ ശരിയായത് ഏതാണ്? എനിക്കൊന്ന് ശ്രീവിദ്യയാണ്. ടു ആണോ ശരി ഉത്തരം എന്നുള്ളത് നമുക്ക് നോക്കാം. രണ്ട് ഓഫ് കോഴ്സ് 2. പ്രാരബ്ധം.
പ്രാരബ്ധം അല്ല അല്ല ഇത് കറക്റ്റ് ആണ് കാര്യം പറയട്ടെ നമ്മള് പ്രൊനൗൺസ് ചെയ്യുന്ന നമ്മള് പ്രാരാബ്ധം അത് നമ്മുടെ തെറ്റ്. അതാണ് നമ്മുടെ തെറ്റ്. അപ്പൊ ശരിയുള്ള ഉത്തരം എന്ന് പറയുന്നത് പ്രാരബ്ധം. സ്ഥിരമായിട്ട് നമ്മൾ തെറ്റിക്കുന്ന ഒരു വാക്കാണ്, ഇൻക്ലൂഡിങ് ഞാൻ പറയുന്നത് തെറ്റിച്ചായിരുന്നു. അപ്പം ഇതാണ് കറക്റ്റ് വാക്ക്. പ്രാരബ്ധം എന്നാണ് കറക്റ്റ് വാക്ക്. പ്രാരബ്ധം കാരണം ആത്മഹത്യ ചെയ്തു. ഇനി അപ്പൊ നമ്മൾ അത് പഠിച്ചേ. നമുക്ക് തോന്നുന്നത് ഇനി വേണ്ട, അടുത്ത വേറെ വാക്ക് പറയാം. അടുത്ത വാക്ക് തിരഞ്ഞെടുപ്പ്. ഞാൻ എപ്പോ കൈപ്പൊക്കിന്ന് പറയാം. ഓക്കെ മനസ്സിലായി. തിരഞ്ഞെടുപ്പാണ് വാക്ക് അല്ലേ? ശരി, ഏതാണ് കറക്റ്റ്? അഖിൽ ആദ്യം പറയട്ടെ. സെക്കൻഡ് വൺ. തെരഞ്ഞെടുപ്പ്. ഫസ്റ്റ് വൺ. തിരഞ്ഞെടുപ്പ്. ഓക്കെ ശ്വേത ചേച്ചി ഫസ്റ്റ്. തിരഞ്ഞെടുപ്പ്. നോബി ചേട്ടാ ഗസ് ഉണ്ടോ? അല്ല ഏതാണ് ശരി അതാണ് ഞാൻ. ഫസ്റ്റ്. ഓക്കെ, മെജോറിറ്റി ഫസ്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡ് പറഞ്ഞിരിക്കുന്നത് അഖിൽ മാത്രമാണ്. നമുക്ക് നോക്കാം. ഇറ്റ്സ് തിരഞ്ഞെടുപ്പ്. അല്ല, ട്രിവാൻഡ്രം സൈഡിലേക്ക് പോകുമ്പോ ചിലപ്പോ അല്ലേ? അയ്യോ, ഞാൻ ട്രിവാൻഡ്രം ഞാൻ പറഞ്ഞില്ലല്ലോ. തിരഞ്ഞെടുപ്പാണ് കറക്റ്റ്. നെടുമങ്ങാടൊക്കെ തെരഞ്ഞെടുപ്പാണ്. അതാ ഞാൻ പറയാൻ വന്നത്. ചിലതിൽ ആ പറയുന്ന സ്ലാങ്ങിന്റെ ആയിരിക്കാം, പക്ഷെ എഴുതുമ്പോ ഇപ്പൊ എങ്ങനെയായിരിക്കും നീ എഴുതിയിട്ടുണ്ടാവാ? ഞാൻ എഴുതാറില്ലല്ലോ, ഞാൻ പോയി ഓട്ടിടല്ലോ. എങ്കിൽ നമുക്ക് അടുത്ത വാക്കിലേക്ക് പോകാം. കുഞ്ഞുമക്കളും കാണുന്നുണ്ടെങ്കിൽ പഠിച്ചോ, അല്ലേ? നല്ലൊരു ലെസൺ ആണ്. നെക്സ്റ്റ് ക്ലാസ് പറയൂ കുട്ടികളെ, അടുത്ത 3 വാക്കിൽ ഏതായിരിക്കും? ഞാൻ വാക്ക് വായിക്കട്ടെ. ശുപാർശ. ശുപാർശ. പറഞ്ഞോ. ഫസ്റ്റ് വൺ. സെക്കൻഡ്. ശുപാർശ. സെക്കൻഡ്. ശ്രീവിദ്യ ഏതാ പറയുന്നത്? തേർഡ് വൺ. ഓക്കെ, ശുപാർശ. സെക്കൻഡ് വൺ. എത്ര പേര് രണ്ടിന് പറയുന്നു? സെക്കൻഡ്. ഞാൻ തേർഡ്. അങ്ങനെ വിട്ടാ പറ്റും. ശരി, നമുക്ക് നോക്കാം ഏതാണ് ഫസ്റ്റ് എന്നുള്ളത്, ഏതാണ് കറക്റ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ്. ഗുഡ് വൺ. അത് വൈൽഡ് ഗസ് ആയിരുന്നു, അത് അറിയായിരുന്നോ? എനിക്കറിയായിരുന്നു. ഗുഡ് വൺ. ശുപാർശ. അപ്പൊ പ്രൊനൗൺസ് ചെയ്യുന്നത് അങ്ങനെ തന്നെയാണോടാ? അല്ല, ശുപാർശ. ശുപാർശ എന്ന് പറയുന്നത് എനിക്ക് തോന്നിയത് പ്രാചീന മലയാളമാണെന്ന് തോന്നുന്നു. അത് പറഞ്ഞ എന്നാ? അതെ, ഇംഗ്ലീഷ് അല്ല, മലയാളം. ഒരുവിധം ഒത്ത്. ഇനി അതിൽ കിടന്ന് കളിയാണ്. നമുക്കെന്നാ ലാസ്റ്റ് വൺ നോക്കാം. ലാസ്റ്റ്. ചുമതല ബോധം. ഞാൻ സെക്കൻഡ് വൺ. തേർഡ് വൺ. സെക്കൻഡ് വൺ. എല്ലാരും സെക്കൻഡ് ആണ്. സെക്കൻഡ് വൺ. മെജോറിറ്റി സെക്കൻഡ് ആണ്. ചേട്ടാ ഫസ്റ്റ്. ചുമതല ബോധം. ഐ തിങ്ക് ഫസ്റ്റ് ഓർ തേർഡ്. ഒരു മിനിറ്റ്. ശ്രീവിദ്യ ഏതാ പറയുന്നത്? രണ്ട്. സെക്കൻഡ്. സെക്കൻഡ്. നോബി ചേട്ടാ ചുമതല നോബി ബോധം. ചേട്ടനും ശ്വേത ചേച്ചിയും അഖിലും 1 ചൂസ് ചെയ്തു. ചുമതല ബോധം. ആൻഡ് ഡയന സെക്കൻഡ്. ഡയനയും ശ്രീവിദ്യയും സെക്കൻഡ് ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ലെറ്റ്സ് സീ വിച്ച് ഈസ് ദ കറക്റ്റ് വൺ. ചുമതല ബോധം. ചുമതല എടി രാവിലെ തൊട്ടിരുന്ന് ചുമച്ചിട്ട് ശരിയാക്കി കൂടായിരുന്നു. ചുമതല ബോധം. പക്ഷെ അവർക്ക് തലവേദന ഇല്ലായിരുന്നു, അതുകൊണ്ടാ തെറ്റിപ്പോയെ. നമ്മളൊന്നല്ലേ പറഞ്ഞേ? ചുമതല നമ്മള് 3 പേരും ഒന്ന്. അപ്പൊ നമ്മൾ നിങ്ങൾ കറക്റ്റ് പറഞ്ഞു. ഗുഡ് വൺ. എന്തായാലും ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ട കുട്ടികളെ എങ്ങനെ പോയല്ലേ? Yes, ma'am. എല്ലാരും താങ്ക് യു പറ. താങ്ക് യു ടീച്ചർ പറ. ഗുഡ് നൈറ്റ്. പോയി കഴിഞ്ഞു കുറ്റം പറയും.